Hello everyone, welcome back to X and Y Learning. So CM Kids Scholarship 2026-ന്റെ ഭാഗമായിട്ട് നമ്മൾ സോഷ്യൽ സയൻസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ദ ലെയർ ഓഫ് ദ എർത്ത്സ് ഇൻറ്റീരിയർ ഫ്രം ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ എർത്തിൻ്റെ ഭൂമിയുടെ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട്, അതായത് ഉള്ളിലെ പ്രതലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പോയിന്റ്സ് ആണ്. അപ്പോൾ അതിൽ ആ ഒരു പോയിന്റ്സ് നോക്കിയിട്ട് എർത്തിൻ്റെ ഏത് ലെയറാണത് എന്നാണ് ചോദ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു അബൌട്ട് 2900 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ഇത് എത്രമാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് 2900 കിലോമീറ്ററോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. റിലേറ്റീവ്ലി തിക്ക് പാർട്ട്, കമ്പാരിറ്റീവ്ലി എന്താണ്, കുറച്ച് തിക്കായിട്ടുള്ളതാണ്, കട്ടിയുള്ള ഭാഗമാണ്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? മോൾട്ടൻ സ്റ്റേറ്റ്സ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ആർ സീൻ ദർ. അപ്പോൾ ഈ ഒരു ലെയറിൽ നമുക്ക് എന്ത് കാണാം? മോൾട്ടൻ സ്റ്റേറ്റിലുള്ള, ഏകദേശം ഒരു ഉരുകിയ സ്റ്റേറ്റിലുള്ള എന്തുണ്ട്? റോക്ക് പാർട്ടിക്കിൾസ് ഉണ്ട്, പാറ കഷ്ണങ്ങളുണ്ട്. അതുപോലെ തന്നെ ലിത്തോസ്ഫിയറും എസ്തോനോസ്ഫിയറും എന്താണ്? ഈ ഒരു ലെയറിൻ്റെ ഭാഗമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെയർ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് ലെയർ വരുന്നത്? നമുക്ക് തന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ എർത്തിൻ്റെ മാൻഡിലിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. എർത്തിൻ്റെ മാൻഡിലാണ് മോൾട്ടൻ സ്റ്റേറ്റിൽ കാണുന്നത് അല്ലേ. അപ്പോൾ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ദ മാൻഡിൽ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ നമ്മൾ സോഷ്യലിൽ പഠിക്കുന്നുണ്ട് എന്ത്? ടാക്സുകളെ കുറിച്ച്, നികുതികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഉണ്ട്, നോൺ ഡയറക്റ്റ് ടാക്സും ഉണ്ട്. അതായത് നമ്മൾ നേരിട്ട് കൊടുക്കുന്നു, അതായത് നേരിട്ടല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബിൽഡിംഗ് ടാക്സ്, സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫൈൻസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നോൺ ഡയറക്റ്റ് ടാക്സ് ഏതാണ് എന്നാണ് ചോദ്യം. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫൈൻ ആണ് കേട്ടോ നോൺ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ? എ ടാക്സ് പെയ്ഡ് ഡയറക്ട്ലി ബൈ എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ടു ദ ഗവൺമെൻറ് വിച്ച് കനോട്ട് ബി ഷിഫ്റ്റഡ് ടു സം എൽസ്. അതായത് നമ്മൾ ഒരു സിറ്റിസൺ നേരിട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ഒക്കെ നമ്മൾ നേരിട്ടല്ല. ഇപ്പം എനിക്ക് കിട്ടുന്ന സാലറിക്ക് അനുസരിച്ചുള്ള ടാക്സ് കൊടുക്കുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. ആർക്കാ കൊടുക്കുന്നത്? നേരിട്ട് ഗവൺമെൻറ്റിനാണ് പോകുന്നത്. അല്ലാണ്ട് അത് എന്ത് ചെയ്യില്ല, ഇപ്പം എനിക്ക് പകരം എൻ്റെ ഫാദറിനോ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ടാക്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ടാക്സ് കളക്റ്റഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് വേർ ദ ബർഡൻ ക്യാൻ ബി പാസ്ഡ് ടു ദ കൺസ്യൂമർ. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയിട്ട്, നമ്മുടെ സേവനങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടാക്സുകളാണ്. അപ്പോൾ എക്സാമ്പിൾ എന്താ? GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യുന്നത് വേറെ ആളുകളാണെങ്കിലും ആ ഒരു ടാക്സിൻ്റെ ബേർഡൻ ആർക്ക് കൂടെ വരുന്നുണ്ട്? നമുക്കൂടെ, അത് വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സിന് കൂടെ വരുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്തില്ലേ, ഹോട്ടലിലൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? നമ്മുടെ ഫുഡിൻ്റെ റേറ്റ് വരും. അതിൻ്റെ താഴെ എന്തുകൂടെ ഉണ്ടാവും? GST എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എമൗണ്ട് കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബേർഡൻ ആർക്കൂടെ വരുന്നുണ്ട്? കൺസ്യൂമേഴ്സിന് കൂടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ടാക്സിനെ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. എക്സാമ്പിളാണ് GST. അതുപോലെ ഫൈനുകൾ, നമ്മുടെ പോലീസൊക്കെ ഇടുന്ന ഫൈൻസൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. അതുവരെ ബൈ.